ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അഭിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 40. തടിത്തൊന്തം ശക്ത്യാ തിമിരപരിപന്ധിസ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണപരിണദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം. പ്രളയകാലാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട ഭുവനത്രയത്തെ ദേവിയുടെ ദയാർദ്രമായ ദൃഷ്ടി എങ്ങനെ തണുപ്പിക്കുന്നു എന്ന രീതിയെ ഈ ശ്ലോകം വർണ്ണിക്കുന്നു. അനാഹത ചക്രോപരി സ്ഥിതി ചെയ്യുന്ന സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാന ചക്രത്തിലെ അഗ്നിയോട് ചേർന്ന് ജലതത്വത്തെ പ്രാപിക്കുന്നു. ശേഷം മണിപൂര ചക്രത്തിൽ ചെന്ന് സ്വാധിഷ്ഠാനാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട ജഗത്തിനെ വീണ്ടും പുനർനിർമ്മിക്കുന്നു. ഇതിലെ ജലതത്വമായി ഭവിക്കുന്നത് ശിവശക്തി സ്വരൂപമാണ്. അല്ലയോ മഹാദേവി, കാർമേഘം പോലെ ശോഭിക്കുന്ന പശുപതിയെ വർണ്ണിക്കുകയാണ് ഇവിടെ. തടിദ്രൂപശക്തിയാൽ, അതായത് മിന്നൽക്കൊടി പോലെ പ്രകാശപൂർണനായി കാർമേഘം പോലെ ശോഭിക്കുന്ന തടിത്വാനായും നാനാരത്നാഭരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശോഭയേറിയ ഇന്ദ്രധനുസോടുകൂടിയവനായും മണിപൂരചക്രം മുഖ്യ ആവാസസ്ഥാനമായുള്ളവനായും സംഹാരരുദ്രനാകുന്ന പ്രളയകാല സൂര്യനാൽ ദഹിപ്പിക്കപ്പെട്ട 3 ലോകത്തെയും വർഷിക്കുന്നവനായും പുനർനിർമ്മിക്കുന്നവനായും നിർവചിക്കാനാകാത്ത വിധം കാന്തിയോടും ശക്തിയോടുകൂടിയുമിരിക്കുന്ന കാർമേഘരൂപിയായ പശുപതിയെ ഞാൻ ഏറ്റവും സേവിക്കുന്നു. ഗ്രീഷ്മകാലത്തിൽ അതികഠോരങ്ങളായ സൂര്യകിരണങ്ങളാൽ തപ്തമായ ഈ ലോകത്തെ വർഷകാലാരംഭത്തിൽ അതിശീതങ്ങളായ ജലധാര കൊണ്ട് തണുപ്പിക്കുന്ന വർഷകാലമേഘം പ്രകാശപൂർണമായ മിന്നൽക്കൊടിയുടെ മനോഹര കാന്തിയോടുകൂടിയ ഇന്ദ്രധനുസോടുകൂടി എങ്ങനെ ശോഭിക്കുമോ അതുപോലെ നിൻതിരുവടിയുടെ മണിപൂരചക്രത്തിൽ തമസ്സിനെ ദൂരീകരിക്കുന്ന മഹാപ്രകാശത്തോടുകൂടി വിളങ്ങുന്ന ഇന്ദ്രധനുസിൻ്റെ പ്രഭ പോലെ ശക്തിയേറിയ മിന്നൽക്കൊടി പോലെ ശോഭിക്കുന്ന പശുപതി രൂപശ്യാമളമേഘം സ്വാധിഷ്ഠാന സംവർത്താഗ്നിയാൽ തപ്തമായ ലോകത്തെ ശീതള ജലധാര കൊണ്ട് തണുപ്പിക്കുന്നു. ആ പശുപതി രൂപശ്യാമളമേഘത്തെ ഞാൻ അത്യന്തം സേവിക്കുന്നു. തടിത്തൊന്തം ശക്ത്യാ തിമിരപരിപന്ധിസ്ഫുരണയാ സ്ഫുരന്നാനാരത്നാഭരണപരിണദ്ധേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം. ശ്ലോകം 41. തവാധാരേ മൂലേ സഹസമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാമേതാഭ്യാം ഉദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിദം. ഈ പ്രപഞ്ചത്തിലെ ആദി ദമ്പതികളായി ഭവിച്ച അനന്തകോടി ജീവാത്മാക്കൾക്ക് മാതാവും പിതാവുമായി തീർന്ന
കാരുണ്യമൂർത്തികളായ ശിവശക്തിയെക്കുറിച്ച് ഈ ശ്ലോകം പറയുന്നു. അല്ലയോ ജഗന്മാതാവേ, നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളാർന്ന അത്യന്തം ദർശനീയമായ മഹാതാണ്ഡവം നടിക്കുന്ന ആനന്ദഭൈരവനെ ഞാൻ ധ്യാനിക്കുന്നു. മഹാപ്രളയത്തിൽ നശിച്ച ഈ ജഗത്തിൻ്റെ പുനരുൽപ്പത്തിക്കായിക്കൊണ്ട് ദമ്പതികളായി ഭവിച്ച ഇവർ രണ്ടുപേരും കാരണം ഈ ജഗത്തിന് മാതാവും പിതാവും ഉണ്ടായി. ഈ ജഗത്ത് പുനർനിർമ്മിക്കണം എന്ന ഇച്ഛയോടും അനേകം ജന്മങ്ങളിൽ ചെയ്തുപോയ കർമ്മങ്ങൾക്കനുസൃതമായി ഉള്ള പുണ്യപാപങ്ങളോടുകൂടിയവരായി തങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അനന്തകോടി ജീവാത്മാക്കൾക്ക് ഭോഗാദികളാൽ കർമ്മനാശത്തെ വരുത്തി നിത്യാനന്ദമായ മോക്ഷത്തെ നൽകണമെന്ന ആഗ്രഹത്തോടും കൂടി കരുണാനിധികളായ ഈ ആദി ദമ്പതികൾ ജഗത് പുനഃസൃഷ്ടി നടത്തി. അതുകൊണ്ട് ഇവർ ജഗത്തിൻ്റെ മാതാവും പിതാവുമായി തീർന്നു. കഴിഞ്ഞ 6 ശ്ലോകങ്ങൾ സമയാചാരത്തെ പ്രതിപാദിക്കുന്നു. സമയാചാരം അനുസരിച്ച് ശിവശക്തി പൂജയ്ക്കായി ജലപുഷ്പാദി പൂജാദ്രവ്യങ്ങളോ പാദ്യാർഘ്യാദ്യുപചാരങ്ങളോ ആവശ്യമില്ല. സഹസ്രദള കമലത്തിൽ സമയായ ദേവിയുടെയും സമയനായ ശംഭുവിൻ്റെയും പൂജയാണ് സമയപൂജ. ശംഭുവിനോട് 5 വിധം സാമ്യമുള്ളവൾ സമയ, ദേവിയോട് 5 വിധം സാമ്യമുള്ളവൻ സമയൻ. ഇപ്രകാരമുള്ള സമയന്മാരെ ശിവശക്തികളെ പൂജിക്കുന്നവരാണ് സമയികൾ. ഈ ശ്ലോകത്തോടുകൂടി 41 ശ്ലോകങ്ങൾ പൂർണ്ണമാവുകയാണ്. ഇത് ആനന്ദലഹരി എന്ന് അറിയപ്പെടുന്നു. 42 മുതൽ 100 വരെയുള്ള ശ്ലോകം സൗന്ദര്യലഹരി എന്നും പറയുന്നു. ആനന്ദലഹരി ശങ്കരാചാര്യസ്വാമികളാൽ നിർമ്മിക്കപ്പെട്ടതല്ലെന്നും ദ്രവിഡശിശു എന്ന സിദ്ധനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും പറയുന്നു. ദേവീ സ്തന്യപാനം കൊണ്ട് ശ്രേഷ്ഠനായ ദ്രവിഡശിശു ദേവിയെക്കുറിച്ച് 100 ശ്ലോകം രചിച്ച് കൈലാസത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയപ്പോൾ ശങ്കരാചാര്യസ്വാമി വന്നു എന്നും അതീവ രഹസ്യമായ ഈ സ്തോത്രം സ്വാമി ധരിച്ചാൽ പരസ്യമാക്കും, അതിനാൽ ഇത് മായ്ച്ചു കളയണം എന്ന ദേവി ആജ്ഞയാൽ മായ്ക്കുമ്പോൾ ദിവ്യനായ ശങ്കരാചാര്യസ്വാമികൾ 41 ശ്ലോകങ്ങൾ ദർശനമാത്രയിൽ തന്നെ മനസ്സിലാക്കിയെന്നും അവയെ ആദ്യം ചേർത്തും ശേഷം 59 ശ്ലോകങ്ങൾ ശ്രീദേവിയുടെ കിരീടം മുതൽ പാദാഗ്രം വരെ വർണ്ണിച്ചും സ്തുതിച്ചും സ്വയമേ നിർമ്മിച്ചും 100 ശ്ലോകമാക്കിയെന്നും പറയപ്പെടുന്നു. ഇനി തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ ദേവിയുടെ ശരീരവർണ്ണനയാണ്. അത് സൗന്ദര്യലഹരി എന്ന് പറയുന്നു. 42 മുതൽ 100 വരെയുള്ള ശ്ലോകമാണ് സൗന്ദര്യലഹരി. അമ്മയുടെ കേശാദിപാദം വർണ്ണിച്ചുകൊണ്ടുള്ളതാണ് സൗന്ദര്യലഹരി. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.